നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില സഹനങ്ങളുണ്ടാവും. നമ്മൾ എത്രമാത്രം പ്രാർത്ഥിച്ചിട്ട് നമുക്ക് മാറിപ്പോകാത്ത ചില സഹനങ്ങൾ. നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നവരും അല്ലെങ്കിൽ വിശ്വാസത്തിൽ വളരുന്നവരൊക്കെ ആയിരിക്കാം. പക്ഷെ ചില സഹനങ്ങൾക്ക് നമ്മൾ എത്ര ചോദിച്ചിട്ടും അതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ചിലപ്പം നമ്മൾ എത്രമാത്രം ശ്രമിച്ചിട്ടും നമുക്ക് കിട്ടാത്ത ഒരു എക്സാം, അല്ലെങ്കിൽ നമ്മുടെ കടബാധ്യതകൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ചില ദുശീലങ്ങൾ, അവരുടെ വിശ്വാസത്തിൽ വളരാൻ പറ്റാത്ത അവരുടെ വിഷമങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ ചില ദുശീലങ്ങൾ, നമ്മൾ പ്രിയപ്പെട്ടവരുടെ രോഗങ്ങൾ, നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ നമ്മുടെ തന്നെ തഴക്ക് ദോഷങ്ങളായിരിക്കാം. ഒരുപാട് പ്രാർത്ഥിച്ചു, ഉപവാസം എടുത്തു, നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചു, പക്ഷെ ഇതിനൊന്നും ഒരു മാറ്റമില്ല. ചിലപ്പോൾ സഹനത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അത് നമ്മളെ മുക്കിക്കളയുന്ന പോലെ നമുക്ക് തോന്നാം. ഈശോയെ, എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥനകൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്നില്ല? ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് എൻ്റെ സഹനങ്ങൾ എനിക്ക് പിന്നെയും പിന്നെയും വരുന്നു? ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഇവരെന്താ മാറാത്ത ഈശോയെ എന്ന് നമ്മൾ ചോദിക്കുന്ന ചില സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ നമ്മൾ കടന്നു പോകുന്നുണ്ടാകാം. പക്ഷെ ഈ സഹനങ്ങളിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. യെശയ്യായുടെ പുസ്തകത്തിൽ ഈശോ ഒരു വചനം പറയുന്നുണ്ട്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും, നദികൾ നിന്നെ മുക്കിക്കളയില്ല, അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല എന്ന്. ഈ വചനം നമ്മളോട് പറയുന്നത് നമ്മൾക്ക് സഹനങ്ങൾ ഉണ്ടാവില്ലെന്നല്ല, നമുക്ക് സഹനങ്ങൾ ഉണ്ടാവും. ഈശോയാൽ വേർതിരിക്കപ്പെട്ടവരാണെങ്കിൽ, ഈശോയുടെ കൂടെ ജീവിക്കാവുന്ന ഉത്തരവാദിത്വം അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ എടുത്തവരാണെങ്കിൽ നമ്മുടെ ലൈഫിൽ സഹനങ്ങളുണ്ടാവും. ചില സഹനങ്ങൾ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റില്ല എന്ന് വിചാരിച്ചു പോകും. ഫൗസ്റ്റീന അമ്മയോട് പക്ഷെ അമ്മയമ്മ പറയുന്നൊരു കാര്യമുണ്ട്. സഹനത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ നീ കടന്നു പോകുമ്പോൾ ഞാൻ നിന്റെ കൂടെയുണ്ട്. അത് നിന്നെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റുകയാണ്. അൽഫോൻസ് അമ്മ പറയുന്ന പോലെ നമ്മുടെ സഹനങ്ങൾ നമ്മളെ പ്യൂരിഫൈ ചെയ്യുക. സഹനത്തിന്റെ അഗ്നിയിലിട്ട് ഈശോ നമ്മൾ ഉരുക്കി എടുക്കുക, ഒരു പുതിയ മനുഷ്യനാക്കാൻ വേണ്ടി. നമുക്ക് ചിലപ്പം അതിന്റെ തൊട്ടപ്പുറത്തോട്ടുള്ള മുന്നോട്ടുള്ള വഴി അറിയില്ലായിരിക്കും, നമുക്കൊരു ഹോപ്പ് കാണുന്നില്ലായിരിക്കും. നമ്മൾ ഡെസ്പറേറ്റ് ആയിട്ട് ഇനി മുന്നോട്ട് എന്താണെന്ന് നോക്കി ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. പക്ഷെ നമ്മൾ ആ സമുദ്രം കടന്നേ പറ്റുള്ളൂ. സമുദ്രത്തിലൂടെ പോകേണ്ട വരില്ലെന്നല്ല ഈശോ പറയുന്നത്. സമുദ്രം നമ്മൾ കടന്നേ പറ്റുള്ളൂ. പക്ഷെ ആ കടക്കുന്ന സമയത്ത് ഈശോ നമ്മളെ നോക്കിക്കോളും. നമുക്ക് മുങ്ങിപ്പോവാന്ന് നമ്മൾ തോന്നുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഈശോയെ ഇത് പറ്റില്ല എന്ന് പറയുന്ന നിമിഷങ്ങളുണ്ടാവും. പക്ഷെ ആ നിമിഷങ്ങളിലെല്ലാം ഈശോ നമ്മളെ കൈകളിൽ വഹിക്കുന്നുണ്ട്. ഈശോ നമ്മുടെ കൂടെയുണ്ട്. ചിലപ്പോൾ നമുക്കത് അനുഭവിക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലൂടെ ആയിരിക്കും നമ്മൾ പോകുന്നത്. പക്ഷെ നമ്മുടെ സഹനത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഈശോ നമ്മുടെ കൂടെ ഉണ്ടെന്നും അത് നമുക്കൊരു സഹനം ഈശോ തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ കൊണ്ട് പറ്റുമെന്ന് ഈശോയ്ക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടാണ് നമുക്ക് തന്നത്. പക്ഷേ അതിലൂടെ കടന്നു പോകുന്നത് എളുപ്പമല്ല. അപ്പം നമ്മുടെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ഈശോ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നാണ്. ചില സഹനങ്ങൾ പത്രോസിനോട് ഈശോ പറഞ്ഞ പോലെ ആ മുള്ള നിനക്ക് തരുന്നതാണ്, ആ മുള്ള അവിടെ ഇരുന്നോട്ടെ, ചിലപ്പോൾ ആ സഹനം ഈശോ എനിക്ക് തന്നതായിരിക്കാം. പ്രൈസ് ദി ലോർഡ്.